തട്ടിപ്പ് വീരൻ ജോൺ ബ്രിട്ടാസ്. കൈരളിയുടെ പേരിൽ നടന്നത് വൻ തീവെട്ടിക്കൊള്ള. കൈരളി ടിവിയിൽ ചെയർമാൻ മമ്മൂട്ടിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള അടിപിടി മുറുകിയ സാഹചര്യത്തിൽ ബ്രിട്ടാസ് നടത്തിയ തീവെട്ടിക്കൊള്ളകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൈരളി ടിവിയുടെ വരുമാനം ചോർത്താൻ MD ബ്രിട്ടാസിന്റെ പേരിൽ ആരംഭിച്ച സ്വകാര്യ കമ്പനികളുടെ വെട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൈരളിയുടെ ഗൾഫ് പരസ്യ വരുമാനവും സംഭാവനകളും ചോർത്താൻ ബ്രിട്ടാസിന്റെ പേരിൽ കൈരളി അറേബ്യ എന്ന പേരിൽ ഗൾഫിൽ കമ്പനിയുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ സ്വകാര്യ കമ്പനികൾ ജോൺ ബ്രിട്ടാസിന്റേതായി നിലവിലുണ്ട്. കൈരളി ചാനലിന്റെ ഉടമസ്ഥാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ബ്രിട്ടാസ് ഈ രണ്ട് സ്വകാര്യ കമ്പനികൾ നടത്തിവരുന്നത്. PRD പരസ്യങ്ങളുടെ ഏജൻസിയായി പാനൽ ചെയ്തിരിക്കുന്ന MCL കമ്പനി സർക്കാർ പരസ്യ കമ്മീഷൻ ഇനത്തിൽ കോടികളുടെ ലാഭമാണ് ഉണ്ടാക്കിയത്. കൈരളി ചാനലിന്റെ അവാർഡ് നൈറ്റും ഇവന്റും ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന ബ്രിട്ടാസിന്റെ പേരിലുള്ള കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ കോടികളാണ് തട്ടിയത്. ഇതെല്ലാം സ്വകാര്യ ധനമായി ഒഴുകിയെത്തുന്നതാകട്ടെ ബ്രിട്ടാസിന്റെ കീശയിലും. മാത്രമല്ല, കൈരളിയുടെ സ്വകാര്യ സമ്പത്തിലും ബഡ്ജറ്റിലും കൃത്രിമത്വം കാട്ടിയാണ് ബ്രിട്ടാസ് ഇതുവരെ പിടിച്ചു നിന്നത്. ഇത് തിരിച്ചറിഞ്ഞ മമ്മൂട്ടി മരുമകൻ മുഹമ്മദ് റിയാസ് വഴി പിടിമുറുക്കിയതോടെ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് ബ്രിട്ടാസ്. ചാനൽ നഷ്ടത്തിലാണെന്ന് കാട്ടി പിണറായി വിജയന്റെ വിശ്വാസ്യത നേടിയെടുത്ത് കോടികളുടെ വരുമാനമാണ് ബ്രിട്ടാസ് നേതാക്കളെ കറവ പശുക്കളാക്കി സമ്പാദിച്ചത്. ഒടുവിൽ പിടിമുറുകുമെന്ന സാഹചര്യം വന്നപ്പോൾ കമ്പനി ഉടമസ്ഥാവകാശവും കൈവന്ന പണത്തിന്റെ കണക്കും രേഖകളും തെറ്റിദ്ധരിപ്പിച്ച് മുങ്ങാനുള്ള തത്രപ്പാടിലാണ് ബ്രിട്ടാസ്. CMRL രേഖകൾ ചാനലുകൾക്ക് ചോർത്തി നൽകി വീണ വിജയനെ കുടുക്കിയതും ബ്രിട്ടാസ് ആണോ എന്ന സംശയവും മുറുകുന്നുണ്ട്.